അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവർക്ക് ലഭിക്കുന്ന 7 മനോഹരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സൂറത്തുൽ മുൽക്ക് പതിവാക്കിയ എല്ലാ ആളുകളും ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം അവരുടെ മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന മനോഹരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ 7 നേട്ടങ്ങളെ കുറിച്ചാണ്. ഫളായിലു സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കിന്റെ ശ്രേഷ്ഠതകൾ. 1. അശ്ശഫാഅതു ലിസാഹിബിഹാ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ഷഫീആയി, ശുപാർശകനായി സൂറത്തുൽ മുൽക്ക് വരുമെന്നതാണ് ഒന്നാമത്തെ നേട്ടം. എന്താണ് ശുപാർശകനായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ റെക്കമെൻഡേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ഘട്ടങ്ങളുണ്ട്. നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കടമ്പയുണ്ട്, മറ്റൊരാൾ പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പോലെ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമുക്ക് ഷഫീആയിട്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് വരുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സൂറത്തും മിനൽ ഖുർആനി 30 ആയത്തൻ, പരിശുദ്ധ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ശഫഅതു ലിസാഹിബിഹാ, ആ സൂറത്തുൽ മുൽക്കിനെ പതിവാക്കിയ ആളുകൾക്ക് അത് ഷഫീആയിട്ട് വരുന്നതാണ്. ഹത്താ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ റബ്ബിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൂറത്ത് വഹിയ. എന്നിട്ട് റസൂലുള്ള പറയാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. സൂറത്തിന്റെ പേരല്ല പറയുന്നത്, സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്താണ് റസൂലുള്ള പറയുന്നത്. അതാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ഷഫീആയിട്ട് വരും, സഹായിയായിട്ട് വരും, നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു സഹായിയായിട്ട് ആ സൂറത്ത്. രണ്ടാമത്തത് അൽ വിഖായതു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ഭീകരമാകുന്ന ശിക്ഷയിൽ നിന്നുള്ള ഒരു കാവലാണ് സൂറത്തുൽ മുൽക്ക്. നമ്മളെല്ലാവരും പെട്ടുപോകുന്ന ഒരു സമയമാണ് ഖബർ. ഏകാന്തതയുടെ, ഭീകരതയുടെ ഖബർ, കൂരിരുട്ടിൻ്റെ ഖബർ, ആരും സഹായിക്കാനില്ലാത്ത ഖബർ. പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ജനാസ ഖബറിൽ വെച്ച് മൂടുകല്ലിട്ട് മണ്ണിട്ട് തിരിച്ചു പോകുമ്പോൾ ആ കൂരിരുട്ടിൽ ഒറ്റപ്പെടുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് നമ്മെ സഹായിക്കാൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആ സൂറത്തിനെ മറക്കാൻ കഴിയുമോ? നമുക്ക് മറക്കാൻ പറ്റുമോ? ആ സൂറത്ത് എപ്പോഴെങ്കിലും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ സൂറത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഹിയൽ മാനിഅ, സൂറത്തുൽ മുൽക്ക് നമുക്ക് സുരക്ഷ നൽകുന്നതാണ്. ഹിയൽ മുൻജിയ, അത് നമുക്ക് രക്ഷ നൽകുന്നതാണ്. തുൻജി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് നമുക്ക് സഹായം നൽകുന്നതാണ്. ആ കൂരിരുട്ടിൽ നമുക്ക് പ്രകാശമാകും. അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് ഷഫീആയി നിൽക്കും, നമുക്കൊരു തടസ്സമായി നിൽക്കും. അവർ ശിക്ഷിക്കാൻ വേണ്ടി തുനിയുമ്പോൾ സൂറത്തുൽ മുൽക്ക് നമ്മെ ശിക്ഷിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം മഗ്ഫിറത്തു ദുനൂബ്. ഒരു മനുഷ്യൻ വലിയ പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്. അവനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം. പാപങ്ങൾ പൊറുക്കാതെ ഖബറിൽ രക്ഷയില്ല, പാപങ്ങൾ പൊറുക്കാതെ മീസാൻ എന്ന തുലാസിൽ രക്ഷയില്ല, പാപങ്ങൾ പൊറുക്കാതെ സിറാത്തുൽ മുസ്തഖീമിലൂടെ രക്ഷയില്ല, പാപങ്ങൾ പൊറുക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഈ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ പാപങ്ങൾ എന്ന് പറയുന്ന ആ പാപക്കറ നമ്മുടെ മനസ്സിലുള്ളതോടുകൂടെ നമുക്കെവിടെയും എൻട്രി ഇല്ല എന്നതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് റസൂലുള്ളാഹി പറയാണ്, ശഫഅതു ലിസാഹിബിഹാ ഹത്താ ഗുഫിറ ലഹു, അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും ഒരു സൂറത്ത്. വെറും 30 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്ത് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, പടച്ചോനെ എന്നെ പാരായണം ചെയ്യുന്ന ഈ മനുഷ്യന്റെ പാപങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊടുക്കല്ലാ.
എപ്പോഴും ചോദിക്കുകയാണ്. ഒരു വട്ടം ചോദിച്ചിട്ട് മറുപടി ഇല്ല, പിന്നെയും ചോദിക്കുകയാണ്, പിന്നെയും ചോദിക്കണം. ഹത്താ ഗുഫിറ ലഹു, എപ്പോഴാണ് അല്ലാഹു അവനക്ക് പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് വരെ, പൂർണ്ണമായും അവൻ്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്നത് വരെ റബ്ബിനോട് ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അത് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മനോഹരമായ ഹദീസാണ്, എത്ര അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. വിട്ടുകളയല്ല. ഇനി നാലാമത്തെ കാര്യം, സിയാദത്തുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായിട്ടുള്ള അർത്ഥമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മനോഹരമാകുന്ന അധികാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്ത് നമ്മൾ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സിലെ ഈമാൻ വർദ്ധിക്കും. പാപക്കറയിൽ മുഴുകി നിൽക്കുന്ന ഒരു മനുഷ്യൻ, പാപങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്ക് തോന്നുകയാണ്, ഞാൻ ഇനി മുതൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണ് എന്ന്. അങ്ങനെ തോന്നുന്ന സമയത്ത് റബ്ബിൻ്റെ മുമ്പിൽ അവനിങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ തുറന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോഴും അവൻ്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മദ്യപാനിയായ ഒരു മനുഷ്യനിങ്ങനെ മോചനം വേണമെന്നിങ്ങനെ തോന്നുകയാണ്, എനിക്ക് നന്നാവണമെന്ന് തോന്നുകയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ. ഓരോ ദിവസവും നിങ്ങളുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, അസ്സുകൂനു വത്തുമഇനീന, നമ്മുടെ മനസ്സിനൊരു സമാധാനവും ഒരു ശാന്തതയും ലഭിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സൂറത്തുൽ മുൽക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, അവൻ്റെ രാജാധികാരത്തെക്കുറിച്ച് പറയുന്ന സൂറത്താണ്. അപ്പം അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ചോന് വേണ്ടി ദിക്ർ ചൊല്ലിയാൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യം, ആദത്തുൻ സാലിഹത്തുൻ ഖബ്ലൻ നൗം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിവസവും പാരായണം ചെയ്യുക എന്നത് നല്ല ഒരു ശീലമാണ്. ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടുവരുന്ന ശീലമാണ്, ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരുന്ന ശീലമാണ്, ജീവിതത്തിൽ നല്ല ഹാബിറ്റുകൾ കൊണ്ടുവരുന്ന ശീലമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. എന്നാൽ ആ പാരായണം ചെയ്യുന്ന ഭാഗം സൂറത്തുൽ മുൽക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുകൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് പതിവാക്കുമായിരുന്നു. അപ്പോൾ ഖബറിലുള്ള രക്ഷയും കിട്ടും, ഈമാനും കിട്ടും, സമാധാനവും കിട്ടും. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൂ. ഇനി ഏഴാമത്തെ കാര്യം, തദ്കീറും ബിഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഭീകരമാകുന്ന കഴിവുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ പറയാണ്, റബ്ബത് സൃഷ്ടിച്ചു, ഇന്നത് സൃഷ്ടിച്ചു, അള്ളാഹു അധികാരമുള്ളവനാൻ, അവൻ രാജാവാൻ, ഈ പ്രപഞ്ചം മുഴുവനും അവൻ്റെ അധികാരത്തിലാണ്, എല്ലാ ആളുകളും അവൻ്റെ ഭരണീയരാണ്, എല്ലാവരും അവൻ്റെ അടിമകളാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവൻ്റെ രാജാധികാരത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനമുണ്ടാകും. അള്ളാഹുവിനെ എല്ലാ ദിവസവും ഓർക്കാനുള്ള ഒരു അവസരമാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പ്രിയമുള്ളവരെ, സംഗതി ചെറിയൊരു സൂറത്താണ്. ഓതാൻ 5 മിനിറ്റ് മാത്രം മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. ഒരു ദിവസത്തിൽ 5 മിനിറ്റ് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത ജീവിതമാകുന്ന ഖബറിൽ, ബർസഖിയായ ജീവിതത്തിൽ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ, അങ്ങനെ ആ ഒരു വലിയ പാരത്രിക ലോക ജീവിതത്തിൻ്റെ തുടക്കമാകുന്ന ഖബറിൽ നമ്മൾ വിജയിക്കും. ആ ഖബറിലുള്ള വിജയം റസൂലുള്ളാഹി പറഞ്ഞത് നാളെ പാരത്രിക ലോക വിജയത്തിൻ്റെ തുടക്കമാണ് എന്നതാണ്. അപ്പോൾ ഖബറിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം, നമ്മുടെ ഒന്നാമത്തെ
ലക്ഷ്യമെന്ന് പറയുന്നത് ഖബറിലുള്ള വിജയമാണ്. അതിന് സൂറത്തുൽ മുൽക്ക് പതിവാക്കിക്കോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ മുൽക്കിനെ ജീവിതത്തിൽ പകർത്തുന്ന, സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.